ഇന്നത്തെ കുട്ടി വ്ളോഗിലെ വിശേഷം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടായിരുന്നു പാതായിക്കര സ്കൂളിലെ വാർഷികാഘോഷം ഉണ്ടായത്. ഈ വർഷം എങ്ങനെയാ വെച്ചാൽ 2 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. ആദ്യത്തെ ദിവസം നമ്മുടെ KG ക്ലാസ്സുകളിലെയും അതേപോലെ തന്നെ LP ക്ലാസ്സുകളിലെയും കുട്ടികളുടെ പരിപാടിയായിരുന്നു. പിന്നെ നമ്മളുടെ ടാലൻറ്റ് ലാബിൽ കുട്ടികളുടെ പരിപാടിയായിരുന്നു ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസമായിരുന്നു UP ക്ലാസ്സിലെ കുട്ടികളുടെ കലാപരിപാടി ഉണ്ടായത്. നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ തുടങ്ങിയത് 6 മണിക്കാണ്. ആദ്യം എന്താ വെച്ചാൽ KG ക്ലാസ്സിലെ കുട്ടികളുടെ ഡാൻസായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ കുട്ടികൾ മേക്കപ്പ് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാനൊന്ന് KG ക്ലാസ്സിലെ കുട്ടികളുടെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. അവരെന്താ വെച്ചാൽ പുതിയ ഉടുപ്പും പുതിയ കമ്മലും മാലയൊക്കെ കിട്ടിയൊരു സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഇത് കണ്ടു നിൽക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. നമ്മൾ മേക്കപ്പ് തുടങ്ങിയത് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ്. കാരണം നമ്മളുടെ ടൈം 9 മണിയായിരുന്നു. അപ്പോൾ കുറച്ചധികം ടൈം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്രാവശ്യം ടാലൻറ്റ് ലാബിൻ്റെ കീഴിൽ 14 കുട്ടികളാണ് ഭരതനാട്യം ചെയ്തത്. എങ്ങനെയാ വെച്ചാൽ 7 കുട്ടികളായിട്ട് അങ്ങനെ 2 ടീമായി തിരിച്ചു. 7 കുട്ടികളുടെ അരങ്ങേറ്റം ഓൾറെഡി കഴിഞ്ഞതായിരുന്നു. ഈ വർഷം തന്നെയായിരുന്നു നമ്മുടെ കുട്ടികളുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മേക്കപ്പും ഡ്രസ്സിങ്സും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ദക്ഷിണയൊക്കെ വെച്ചു. പിന്നെ അവർക്ക് ചിലങ്കയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അങ്ങനെ ഫസ്റ്റ് നമ്മൾ ചെയ്ത പുഷ്പാഞ്ജലി ആയിരുന്നു. അപ്പോൾ കുട്ടികളുടെ കയ്യിൽ താലും പൂവും ചെരാതും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ അവരെ ആദ്യം ബാക്ക് സ്റ്റേജ് കൊണ്ട് നിർത്തി. പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പേരൻസ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവർ മക്കളുടെ കൂടെയാണ് വെച്ചാലും എൻ്റെ കൂടെയാണ് വെച്ചാലും നിന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ സ്റ്റേജിലെത്തി. നമുക്ക് കിട്ടിയ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ ഇപ്രാവശ്യം കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും ഒരുപാട് നന്നായി കളിച്ചു എന്നാണ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. എല്ലാ പ്രാവശ്യം കുട്ടികൾ നന്നായി ചെയ്യുന്നുണ്ട്, പക്ഷെ ഓരോ പ്രാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ആയി എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷം തന്നെയല്ലേ. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാവരും വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ അടുത്ത പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം.